എന്തിനിങ്ങനെ തനിച്ച് കഷ്ടപ്പെടണം? ഞാൻ സഹായിക്കാം. ഈ പാവപ്പെട്ടവനെ സഹായിക്കാൻ കാണിച്ച അങ്ങയുടെ മനസ്സിന് 1000 നന്ദി. കഠിനമായ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ഉള്ളവരുടെ വിശ്വാസം ദൈവം ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളെപ്പോലുള്ള യുവാക്കളെ അയക്കുമെന്നാണ്. പുരുക്കിൻ്റെ കരുത്തുള്ള നിങ്ങളെപ്പോലെ ഒരാൾ മതി എന്തും തരണം ചെയ്യാൻ എന്ന് ദൈവം ഇതാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അല്ലയോ മഹാനുഭാവ, നിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന കലിയുഗത്തിൽ ഈ രാജ്യം ഭാരതമെന്ന പേരിൽ അറിയപ്പെടും. എന്റെത്രയും കരുത്തും ഊർജവുമുള്ളൊരു വാഹനവ്യൂഹം ഭാരതീയർക്കായി ഉടലെടുക്കും. അതിന്റെ അമരക്കാരൻ ഒരു ഭാരതീയൻ തന്നെയായിരിക്കും. പ്രകൃതിയിൽ നിന്നും കടഞ്ഞെടുത്ത വാതകവും ദ്രാവകവും ഉപയോഗിക്കാവുന്ന തരത്തിൽ അയാൾ ആ വ്യൂഹത്തെ മെച്ചപ്പെടുത്തും. ശേഷം 7 പതിറ്റാണ്ട് 7-ാം നാഴികയിൽ ഏറ്റവും ശക്തമായൊരു ഊർജ സ്രോതസ് നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെടും. 390 കുതിരശക്തിയുമായി ഈ സ്രോതസ്സിൽ ഉടലെടുത്ത ഒരു വാഹനം നിന്നിലൊരാളിലൂടെ ഒരു നാൾ ഈ ആനമലയുടെ ഉച്ചിയിൽ കയറി ലോക ചരിത്രം സൃഷ്ടിക്കും. നീ നിന്റെ ഭാവി തലമുറയോട് പറയുക, ഇത് സംഭവിച്ചാൽ ലോകം അന്നുവരെ കാണാത്ത അവിന്യ സങ്കല്പങ്ങൾക്ക് അവർ തുടക്കം കുറിക്കും. എന്റെ കവചകുണ്ടലങ്ങളെക്കാൾ ശക്തമായി അവർ നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും. ഇപ്പോൾ പോയിക്കൊള്ളുക. മംഗളം ഭവന്തു. അങ്ങാരാണ്? എന്റെ വഴി നിർണയിക്കുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ എന്റെ സൃഷ്ടാവിന്റെ ലക്ഷ്യങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്നവൻ. ഞാൻ ഗുരുത്വാകർഷണത്തെ തരണം ചെയ്തവൻ. ഹാരിയർ.ev. അസാധ്യമെന്ന വാക്കിനെ തിരസ്കരിച്ചവൻ.